ആത്മനമോ നമ. ഇറ്റ്സ് മീ കലാകമൽ മഹൽ. അന്തരാത്മ മെഡിറ്റേഷൻ്റെ ഡേ ഫസ്റ്റിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു 66 ഡേയ്സിൻ്റെ ഒരു ജേർണിയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ മെഡിറ്റേഷൻ? ഓക്കെ, എന്നെ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, എന്നെ ഫിസിക്കലി എന്നെ മെൻ്റലി നല്ല രീതിയിലൊന്ന് കൂളാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നത് ഒറ്റ മെത്തേഡായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു കോർണറിൽ പോവുക, ഒന്ന് മിണ്ടാതിരിക്കുക, എന്നോട് തന്നെ സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അകത്തിരിക്കുന്ന എനർജീനെ ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്നോട് തന്നെ സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങനെ കണക്റ്റായി പോകും. എന്നിരുന്നാൽ തന്നെയും വണ്ടി പിടിച്ച് വരുന്നത് പോലെ തോട്ട്സ് ഇങ്ങനെ പടപടായിട്ട് വരും. അപ്പോഴും നമ്മുടെ ചിന്തകൾ പല വഴിക്ക് വരുന്നത് കൊണ്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. പിന്നെ അവിടെ ഒരു സ്ട്രഗിളാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മാത്രം നമുക്ക് പല സ്ഥലങ്ങളിലും ഇച്ചിങ് വരും. അപ്പം നമുക്ക് ചിലപ്പോൾ മൂക്കൊന്ന് ചൊറിയാൻ തോന്നും, ചിലപ്പോൾ നമുക്ക് കാലൊന്ന് പെയിൻ എടുക്കും, കാലൊന്ന് നിവർത്തിയിടാനായിട്ട് തോന്നും. സോ മെഡിറ്റേഷൻ്റെ അകത്താണല്ലോ എന്നുള്ള ചിന്തയിൽ നമുക്കിത് ചെയ്യാനും ഒരു മടിയും ഉണ്ടാകും. പക്ഷേ മെഡിറ്റേഷൻ അത്ര കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ്. മെഡിറ്റേഷനെ ശരിക്കും നമുക്ക് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ ഏതിലാണോ കംഫർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എന്നിലിരിക്കുന്ന എനർജി ബൂസ്റ്റപ്പ് ആകുന്നത്, സിമ്പിൾ അത് ചെയ്യുക. അതായത് എക്സാമ്പിൾ പറയാം, ചില വ്യക്തികൾക്ക് നല്ലൊരു യാത്ര പോകുമ്പോഴായിരിക്കും അവിടെ മൈൻഡ് ഒന്ന് റിലീഫാകുന്നത്. ചില വ്യക്തികൾക്ക് പാട്ട് കേട്ടാൽ മതിയാകും. എന്നാൽ യാത്ര പോയാലും പാട്ട് കേട്ടാലും ചില വ്യക്തികൾക്ക് ഓക്കെ ആകത്തില്ല. നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, ഹൃദയം മനസ്സിലാക്കി സംസാരിക്കാൻ അറിയാവുന്ന, എന്നെ നന്നായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഒരു 5 minutes സ്പെൻഡ് ചെയ്താൽ മതി. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? സോ നമ്മൾ ഓരോ വ്യക്തികളുടെ മൈൻഡിൻ്റെയും വേ ഓഫ് റിലീഫ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ മെഡിറ്റേഷനും ഡിഫറെൻ്റ് ആയിരിക്കണം. ആരെങ്കിലും ഒരാൾ ഫോളോ അപ്പ് ചെയ്ത അതേ മെത്തേഡ് എടുത്ത് വെച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാം. സോ അങ്ങനെ ഒരു മെഡിറ്റേഷനകത്തേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്.